ഇന്ന് ഇതാ പതിവ് പോലെ രാവിലെ എണീറ്റ് വന്ന് രാവിലത്തെ പരിപാടികളൊക്കെ ഞാൻ തുടങ്ങി. അമ്മച്ചിക്ക് ഒത്തിരി ലേറ്റായിട്ട് എണീക്കത്തുള്ളൂ. അപ്പോൾ അമ്മച്ചി എണീറ്റ് വരുന്നതിന് മുന്നേ ഒരു സാമ്പാർ വെക്കാമെന്ന് വെച്ചു. ഒത്തിരി നാളായി സാമ്പാർ വെച്ചിട്ട്. അപ്പം സാമ്പാറും കൂടിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇരിപ്പുണ്ടേ. അപ്പോൾ ഈ കടുക് പൊട്ടിക്കുന്ന മണമൊക്കെ അമ്മമ്മയ്ക്കൊരു ശല്യമാണെന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും വെക്കാറില്ല. അപ്പോൾ അന്ന് എണീറ്റ് വരുന്നതിന് മുന്നേ വെക്കാമെന്ന് വിചാരിച്ചേ. പുള്ളിക്കാരിനെയും വിളിച്ച് എണീപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാട്ടോ ഇപ്പോഴത്തെ സ്ഥിതിക്ക്. കാരണം 11 മണി 11:30 12 മണിക്കൊക്കെ എണീറ്റ് വരത്തുള്ളേ. ഒത്തിരി വിളിക്കുമ്പോൾ ദേഷ്യമാണ് താൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുകയില്ല. 2-3 തവണ വിളിച്ച് കഴിഞ്ഞ് കട്ടിലെ കിടന്ന് മടുക്കുമ്പോൾ പുള്ളിക്കാരി തന്നെ എണീറ്റ് വന്നോളും കേട്ടോ. ഫാമിലി എന്നോട് അത് തന്നെ പറഞ്ഞേക്കുന്നത്. കാരണം മുപ്പത്തിനെ ഒരുപാട് നമുക്ക് ഒരു കാര്യത്തിലും പ്രഷർ കൊടുക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരി നെർവസ് ആവേ. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് വിട്ടേക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ അമ്മാമ്മ എണീറ്റ് വരുന്നതിന് മുന്നേ അമ്മാമ്മയ്ക്കുള്ള മെഡിസിൻസും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം സെറ്റാക്കി ടേബിളിൽ വെക്കുവേ. അങ്ങനെ സാമ്പാറെല്ലാം റെഡിയാക്കി പെട്ടെന്ന് തന്നെ. പിന്നെ അമ്മച്ചി എണീറ്റ് വന്നപ്പോഴത്തേക്ക് 11:30 ആയി സമയം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അമ്മച്ചീനെ കുറച്ച് നേരം വെയിലത്ത് മുറ്റത്ത് ഇറക്കി ഇരുത്തിയേക്കുവാണേ. പാത്രങ്ങളെല്ലാം ഡിഷ് വാഷറിനകത്തെടുത്ത് വെച്ച് 2 ദിവസം കൂടുമ്പോഴാണ് കഴുകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്, നമുക്കധികം പാത്രങ്ങളൊന്നുമില്ല. പിന്നെ അത് ഉപയോഗിച്ചോളാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ഉപയോഗിക്കാതിരിക്കുകയും വേണം. നമുക്കും അത്ര ഈസി അല്ലേ. പിന്നെ ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാണും. അപ്പോൾ എല്ലാ ദിവസവും ഒരുമിച്ച് കഴുകുവേ. ഇതിപ്പം അങ്ങനെ ഞാൻ പണികളെല്ലാം കഴിഞ്ഞു. എല്ലായിടം ഒതുക്കി പെറുക്കി വെച്ചേ. കാരണം ഇന്ന് എനിക്ക് അധികം പണികളൊന്നുമില്ല. ഇന്ന് കുക്കിങ്ങും ഇല്ല, വാഷിങ്ങും ഇല്ല, ഒന്നുമില്ല, ക്ലീനിങ്ങും ഇല്ല. കാരണം എല്ലാം കുക്ക് ചെയ്ത എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് ഇച്ചിരി മെഴുക്ക് പുരട്ടി സാമ്പാറും ഉള്ളതുകൊണ്ട് വെക്കണമെന്നുണ്ട്, അറിയില്ല. അങ്ങനെ ഞാൻ അമ്മച്ചിക്കുള്ള കാപ്പിയെല്ലാം കൊടുത്തു. ഡാർക്ക് ചോക്ലേറ്റ് അമ്മച്ചി കഴിയുന്ന ഈ കാപ്പിയുടെ കൂടെ 2 അല്ലെങ്കിൽ 3 കാപ്പി ഒരു ദിവസം പതിവാട്ടോ. അത് കാപ്പി എന്ന് പറയുന്നത് എത്ര കൊടുത്താലും കഴിച്ചോളും. പക്ഷെ അങ്ങനെ കൊടുക്കരുതെന്നാണ് ഫാമിലി പറഞ്ഞേക്കുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ പോയി ഇരുന്നു അമ്മച്ചിയുടെ കൂടെ. അത് കഴിഞ്ഞിട്ടൊരു 1:30 സമയമായപ്പോൾ, 1:30 അല്ല 2:30 സമയമായപ്പോൾ ഞാൻ അമ്മച്ചിനെ കൂട്ടി ഒന്ന് പുറത്തിറങ്ങി. അത് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ചൂടുമില്ല തണുപ്പും ഇല്ലാത്തൊരവസ്ഥ. കുറച്ച് ക്ലൗഡിയായി തുടങ്ങി. ഇന്ന് രാത്രി തൊട്ട് മഴയാന്ന് പറയുന്നത് കേട്ടു. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് പോകുന്ന വഴിക്കല്ലേ ഈ ചെറിയ ഓറഞ്ചും നാരങ്ങയും എല്ലാം ഇങ്ങനെ എന്താ പറയുന്ന മഞ്ഞ നിറത്തിലായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കണ്ട ഒരു വാഴ, ഇത് റോബസ്റ്റയുടെ ആണ്. ഇതെനിക്ക് ഇതിൽ നിന്നൊരു കൊല തന്നൊരു വാഴയാണ് കേട്ടോ. കാരണം ഇന്നാളൊരു കൊലയുണ്ടായിരുന്നു. കണ്ണ് വെച്ച് എനിക്ക് തന്നെ അത് കിട്ടി. ഇവിടെ ആരും അത് ഉപയോഗിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഇതാ വെട്ടി റോട്ടിലിട്ടേക്കുവാണേ. അപ്പോൾ ഒരു 10-12 കായ, നല്ല കായ ഉണ്ടായിരുന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് മെഴുക്ക് പുരട്ടി വെച്ചു. അങ്ങനെ ഓരോന്നുമായിട്ട് ഞാനത് ഉപയോഗിച്ച് തീർത്തു കേട്ടോ. അങ്ങനെ ഉച്ചയായി. ഞങ്ങൾ കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3 മണിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒത്തിരി ലേറ്റഡല്ലേ കഴിച്ചേ. സാമ്പാറും കൂട്ടി ഞാൻ ഉപ്പുമാവ്, ഞുറുക്ക് ഗോതമ്പിന് ഉപ്പുമാവ് കഴിക്കുന്നു. അമ്മാമ്മനെ ഞാൻ ഹെൽപ്പ് ചെയ്യണം നല്ലോണം കഴിക്കാൻ നേരത്തെ. കാണുകയില്ല. അതുകൊണ്ട് സ്പൂണിൽ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.